ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഇന്നലെയുള്ള ഡെവലപ്മെന്റ് ലീഗിലാകട്ടെ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു ജയം തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. ചെന്നൈയിൻ എഫ്സിനാകട്ടെ 1-0 എന്ന സ്കോർ ലൈനോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പരാജയപ്പെടുത്തിയത്. കൂടാതെ 90-ാം മിനിറ്റിലായിരുന്നു ഇന്നലെ വിൻസി ബെരട്ടോ ബ്ലാസ്റ്റേഴ്സിനായ വിജയ ഗോൾ നേടിയത്. എന്തായാലും ഇതിനിടയിൽ നടന്ന ഒരു സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. എന്നാൽ പെനാൽറ്റി എടുത്ത ആവശ്യം അത് കൃത്യമായി തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. പകരം ആ പെനാൽറ്റി ആകട്ടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയായിരുന്നു. ISL ഫൈനലിലും ബ്ലാസ്റ്റേഴ്സിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് മിസ്സായതെന്ന കാര്യം നമുക്ക് അറിയാമല്ലോ. താരങ്ങളാകട്ടെ എന്തായാലും ഇനി പെനാൽറ്റി ഷൂട്ടൌട്ടൊക്കെ നേരെ പഠിക്കേണ്ടതുണ്ട്. ചെന്നൈയിൻ എഫ്സിയുടെ ഗോൾ കീപ്പറിന്റെ ഒരു മികവ് കൂടെ ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. ഇതിന് കാരണം മിക്ക ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കുകളും ചെന്നൈയിൻ എഫ്സിയുടെ ഗോൾ കീപ്പർ മികച്ച രീതിയിൽ സേവ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇന്നലെ കാണുവാനിടയുണ്ടായി. ഗൈസ്, ഈ മത്സരത്തിന്റെ ഹൈലൈറ്റ് ആകട്ടെ നമ്മുടെ ISL യൂട്യൂബ് ചാനൽ ലഭ്യമാണ്, എല്ലാവരും പരിശോധിച്ച് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ പോയിന്റ് ടേബിളിലാകട്ടെ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 3 മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സിന് 9 പോയിന്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 3 മത്സരങ്ങൾ വിജയങ്ങളായിരുന്നു. കൂടാതെ 3 ക്ലീൻ ഷീറ്റും ബ്ലാസ്റ്റേഴ്സിന് ഇതിനൊപ്പം നേടാൻ സാധിച്ചിരുന്നു. അതായത് ഒരു ടീമും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇതുവരെയും ഒരു ഗോൾ പോലും നേടിയില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വളരെ മികച്ചൊരു കളി തന്നെയാണ് ഡെവലപ്മെന്റ് ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ജനുവരി തൊട്ട് മാർച്ച് വരെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് വന്ന ക്ലബ്ബുകളുടെ ലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏഷ്യയിൽ ബ്ലാസ്റ്റേഴ്സിനാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഏകദേശം 72.4 മില്യൺ ഇന്ററാക്ഷൻ ആണ് ബ്ലാസ്റ്റേഴ്സിന് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മികച്ച റെക്കോർഡ് തന്നെയാണിത്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരവും അതുപോലെ മുംബൈ സിറ്റിയുടെ താരമായ മുഹമ്മദ് റാക്കിബുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിലവിൽ താരമാകട്ടെ ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. 2024 വരെ, അതായത് 2 വർഷ കരാറായിരിക്കും താരം അവിടെ ഒപ്പിടാൻ പോകുന്നത്. പുതിയൊരു ദൗത്യം ഏറ്റെടുക്കുന്ന മുഹമ്മദ് റാക്കിബിനും ഒരു ഓൾ ദ ബെസ്റ്റ് ഞാൻ നേരുകയാണ്. കൂടാതെ നമ്മുടെ FC ചാമ്പ്യൻസ് ലീഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുംബൈ സിറ്റി അങ്ങനെ അതിൽ നിന്ന് പുറത്തായെന്ന് തന്നെ പറയാം. അവസാന മത്സരം അവർ വിജയിച്ചാലും ഓൾറെഡി അവർ പുറത്തായെന്നാണ് മാർക്കസ് പറയുന്നത്. അങ്ങനെ FC ഗോവയ്ക്ക് പിന്നാലെ മുംബൈ സിറ്റിയുടെ FC ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനും കഴിഞ്ഞെന്ന് തന്നെ പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നേരം ISLുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആയിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി എന്തായാലും ഐ ലീഗിലാകട്ടെ നമ്മുടെ ഗോകുലം കേരള മികച്ചൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് നിലവിൽ ഗോകുലം കേരള ആകട്ടെ ഏകദേശം 18 മത്സരങ്ങളോളം അൺബീറ്റനായി തുടരുകയാണ്. കൂടാതെ ഐ ലീഗിലെ ഏറ്റവും വലിയ അൺബീറ്റൻ റൺ എന്ന റെക്കോർഡ് നമ്മുടെ ഗോകുലം കേരള അങ്ങനെ ഇന്നലെ സ്വന്തമാക്കുകയുണ്ടായി. റൗണ്ട് ക്ലാസ് പഞ്ചാബിനെതിരെ 2-0 വിജയമായിരുന്നു ഗോകുലം കേരളക്ക് ഇന്നലെ ഉണ്ടായത്. ആ വിജയത്തിന് ശേഷമാണ് ഈ റെക്കോർഡ് അവർക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അവർക്കും ഒരു കൺഗ്രാജുലേഷൻസ് തന്നെ നേടുകയാണ്. എന്തായാലും ഇതിന് പുറമെ തന്നെ നമ്മുടെ ഇന്ത്യൻ വുമൻസ് ലീഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഗോകുലം കേരള 9-0 എന്ന സ്കോർ ലൈനോടെയാണ് ഒരു ടീമിനെ പരാജയപ്പെടുത്തിയത്. ശരിക്കും വുമൻസ് ലീഗിൽ ഗോകുലം കേരള ആറാടുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇതിന് കാരണം ഇങ്ങനത്തെ വമ്പൻ സ്കോർ ലൈനിലാണ് അവർ ഓരോ ടീമിനെയും പരാജയപ്പെടുത്തുന്നത്. തുടക്കത്തെ മത്സരത്തിൽ തന്നെ 12-0 ഗോകുലം കേരള വിജയിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആശിഷ് നഗി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇന്ത്യൻ സൂപ്പർ ലീഗിലും അതുപോലെ ഐ ലീഗിലും ഒക്കെ നേരത്തെ പരിശീലിപ്പിച്ച കോച്ചുമാരുടെ ഡിമാൻഡ് ഇപ്പോൾ കൂടി വരുന്നു എന്നതാണ്. ഇതിന് കാരണം എൽക്കോ ഷട്ടോറി, കാർലസ് ക്രൂഡിയൻ, ആൽബർട്ട് റോക്ക തുടങ്ങി ഇന്ത്യയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള കോച്ചുമാരെ മറ്റു ക്ലബ്ബുകളെല്ലാം ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നു എന്നതാണ്. ഇതിലേതെങ്കിലും ഒരു കോച്ചിന്റെ മടങ്ങിവരവ് പ്രതീക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ മിക്കവാറും നടന്നേക്കാം. എന്തായാലും ഇതിലേതെങ്കിലും ഒരു കോച്ച് വരുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമായിരുന്നല്ലോ ഡെവലപ്മെന്റ് ലീഗിൽ നടന്നിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ കൂടാതെ മറ്റൊരു മത്സരം നടന്നിരുന്നു. ആ മത്സരത്തിലാകട്ടെ 2-0 പരാജയമായിരുന്നു മുംബൈ സിറ്റിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. റിലയൻസിന്റെ ഒരു ടീമായിരുന്നു അവിടെ വിജയിച്ചത്. ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ യുണൈറ്റഡിന്റെ വിംഗറായ അലോഷ്യസിനെ സ്വന്തമാക്കാൻ നിലവിൽ 5 ക്ലബ്ബുകൾ ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഐ ലീഗിലൊക്കെ ഈ താരം വളരെ മികച്ച രീതിയിൽ കളിക്കുന്നതാണ്. റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം 5 ISL ക്ലബ്ബുകളാണ് താരത്തിനായി നിലവിൽ ചർച്ചകൾ നടത്തുന്നത്. ഈ ക്ലബ്ബുകളുടെ പേര് മാത്രം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും അവസാനമായി പറയട്ടെ, കഴിഞ്ഞ ISL സീസണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയ ക്ലബ്ബുകളുടെ ലിസ്റ്റാണ് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഇവിടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സിനായിരുന്നു കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ ലഭിച്ചത്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറിനായിരുന്നു ഗോൾഡൻ ഗ്ലോവും ലഭിച്ചത്. ഗൈസ്, അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഗൈസ്, അപ്പോൾ അതുകൂടാതെ എല്ലാവരും മാക്സിമം നമ്മുടെ ടെലഗ്രാം പേജിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.